ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം തിരക്കുള്ള ദിവസമാണ്. ഇപ്പോൾ രാവിലെ എണീച്ചു, ചായ എല്ലാം കുടിച്ചു. ഇപ്പോൾ അമ്മു റെഡിയാകുന്നുണ്ട്, ഒക്കെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഓള് റെഡിയാകുന്നുണ്ട്, ഓളിപ്പോൾ ഇറങ്ങും. അത് കഴിഞ്ഞ് നമുക്കും പോകാനുണ്ട്. നമുക്കിന്നൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. എനിക്ക് എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല, നോക്കാം. നമുക്കിന്ന് കുറേ കാര്യം ചെയ്യാനുണ്ട്. മെയിനായിട്ട് നമുക്ക് വാഫി മാളിൽ പോകണം. നമുക്കവിടെ കോൺസുലേറ്റിൽ പോകാനുണ്ട് വിസയുടെ ആവശ്യത്തിന്. അത് കൂടാണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വഴിയെ ഓരോന്നായിട്ട് കാണിക്കാം. നമുക്ക് റെഡി ആവണം. അതിന് മുന്നേ അമ്മു റെഡിയാകുന്നുണ്ട്. ഓൾ ഇറങ്ങിയതിന് ശേഷം നമുക്ക് റെഡി ആയിട്ട് പോവാം. അപ്പോൾ എനിക്ക് ഇന്ന് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് മുഷ്കിലായിരിക്കും, എന്നാലും ഞാൻ പറ്റുന്ന പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെഡി ആവാം. അതിന് മുന്നേ അമ്മു ഇപ്പം ഇറങ്ങും, അത് കാണാം നമുക്ക്. ബൈ, സീ യു ഗൈസ്. അങ്ങനെ ഞാൻ റെഡിയായി. ഇപ്പോൾ സമയം 11:30 അപ്പോൾ നമുക്ക് അടുത്തേക്ക് പെട്ടെന്ന് പോകണം, കാരണം കൗണ്ടർ ക്ലോസ് ചെയ്താൽ പിന്നെ കയറ്റില്ല അവർ. അപ്പോൾ പണി കിട്ടും. അപ്പോൾ അതിനേക്കാളും മുന്നേ നമുക്ക് പോകണം. അപ്പോൾ മനോട്ട് റെഡിയാകുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് പേപ്പേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. എല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്തു, അതിൽ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. നമുക്ക് ട്രാഫിക് ഉണ്ടാവുമോ ചേട്ടാ? നമുക്ക് ആദ്യം അൽനാദയിൽ പോകണം. അൽനാദയിൽ പോയിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് VFSൽ പോകേണ്ടത്. പിന്നെ നമുക്കൊന്ന് സിറ്റി സെൻറ്ററും കൂടി പോകാനുണ്ട്, കാരണം നമുക്കൊരു ക്രിസ്മസ് ഹാമ്പർ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതും കൂടി പോയിട്ട് എടുക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്നാണ് വാഫി മാളിൽ പോയത്. അതുകൊണ്ട് തന്നെ വാഫി മാൾ മൊത്തം ക്രിസ്മസ് ഡെക്കറേഷനായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. എങ്ങോട്ട് തിരിഞ്ഞാലും ക്രിസ്മസിൻ്റെ ട്രീയും ഗെയിംസും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ എത്തി, VFSലെത്തി. മനുവേട്ടനകത്ത് പോയി, ഞാൻ പോയിട്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോയെന്നല്ല, കാരണം ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇവിടെ കുറേ ക്രിസ്മസ് ഡെക്കറേഷനെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ കുട്ടികൾ കളിക്കാനെല്ലാം വന്നിട്ട് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ മനോട്ടൻ കോൺസുലേറ്റിൻ്റെ അകത്ത് പോയി, ഞാൻ പോയില്ല, കാരണം ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. മുന്നിലാണെങ്കിൽ 2 പേർക്ക് പോകാൻ പറ്റും. ഇപ്പോൾ പക്ഷേ ഒരാളെ മാത്രമേ അവർ കയറ്റുന്നുള്ളൂ. ഇടയ്ക്ക് ഒരു സമയത്തെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വന്നിട്ട് നമ്മൾ കയറ്റാണ്ട് തിരിച്ചു പോകുമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ കുറേ ക്യൂ നിൽക്കണം, അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അതിൽ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അതായത് നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ ഞാനാണ് വണ്ടി ഓടിച്ചത്, മനോട്ടിന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ദേറയിൽ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തൊന്ന് പോകണം. നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് കളക്ട് ചെയ്യാൻ പോകണം. അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒന്ന് അപ്പൂൻ്റെ അടുത്ത് പോകണം. ഇപ്പോൾ ബർദുബായിലാണ് വാഫി മാൾ വരുന്നത്. അപ്പോൾ അപ്പു താമസിക്കുന്നത് പീൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അപ്പൂനൊന്ന് കാണണം. മുന്നേ 2-3 സാധനം കൊടുക്കാനുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്തൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഗിഫ്റ്റ് ഹാമ്പർ എടുക്കാൻ പോകണം. പിന്നെ നമുക്ക് ഒരാളെയും കൂടി കാണാനുണ്ട് അർജൻറ്റായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഗൈസ്, നമുക്കൊരു ഡോക്യുമെൻ്റ് കുറവുണ്ട്. അപ്പോൾ അത് നമുക്ക് വേഗം പോയി പ്രിൻ്റ് എടുക്കാം. അയ്യോ, ഓടേണ്ടി വരും. മനോടിന് അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല, കുറച്ച് അങ്ങോട്ടേക്ക് പോകണമെന്ന് തോന്നുന്നു. നമുക്കാണെങ്കിൽ സമയമില്ല, പെട്ടെന്ന് പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ്, അങ്ങനെ കോപ്പി കിട്ടി. നമുക്കിനി വേഗം പോവാം. നല്ല തിരക്കില്ലാണ്ട് വിചാരിച്ച പോലെ അങ്ങനെ സ്പീഡ് പോകാൻ പറ്റുന്നില്ല.
ഗൈസ് അങ്ങനെ നമ്മളെ വാഫിമാളിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതിന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീരുന്നില്ല ഗൈസ്. ഒരു 2.5 മണിക്കൂർ എടുത്തു. ഇപ്പോഴാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തല്ലോ. എന്തെല്ലോ ഡോക്യുമെന്റ്സും കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് ടയർഡായി. ഇനിയിപ്പോൾ നമുക്ക് അപ്പൂനെ ഒന്ന് കാണണം. പിന്നെ നമുക്ക് ബർദുബായിൽ മൂവാൻപിക്ക് ഹോട്ടലിലൊന്ന് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അൽനാദയിൽ 2 ഡോക്യുമെന്റ്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ അടുത്തേക്ക് പെട്ടെന്ന് എത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ മറ്റേ ഗിഫ്റ്റ് ഹാമ്പറും കൂടി എടുക്കാനുണ്ട്. ഓക്കെ ഗൈസ്, ബായ് ഗൈസ്. അങ്ങനെ നമ്മളെ കറക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തി. ഇനിയിപ്പോൾ പോകണം, ഫുഡ് കഴിക്കണം. നല്ലോണം വിശക്കുന്നത്. പോകണം, ഫുഡ് കഴിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് രാത്രി നമുക്ക് ആമിച്ചുവിൻ്റെ അടുത്ത് പോകണം. ഞാൻ അപ്പൂൻ്റെ അടുത്തൊന്നും പോയ വീഡിയോ എടുത്തിട്ട് എനിക്ക് മറന്നുപോയി മിണ്ടുന്ന തിരക്കിൽ. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ കളക്ട് ചെയ്യാൻ പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ഹാമ്പർ അൺബോക്സ് ചെയ്തു. കാരണം അമ്മൂന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹാമ്പർ അൺബോക്സ് ചെയ്തു. കാരണം ഫുള്ള് ചോക്ലേറ്റ്. അതെ, നമ്മൾ ഒരു കേക്കും കാര്യങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചു നോക്കാം. കാരണം നമുക്ക് സമയമില്ല. ഒക്കെ ഇപ്പോൾ യോഗ ക്ലാസ് ഉണ്ട്. വെരി എക്സൈറ്റഡ്. ആദ്യം എൻ്റെ പാക്കിംഗ് തന്നെ നല്ല രസമുണ്ട്. നല്ല പാക്കിംഗ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാം. യെസ്, സോ പൊട്ടിച്ചു. ഓക്കെ, ഏതുകൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ ചറപറവതിൽ അപ്പം ഇതാണ് നല്ല റേറ്റ് ഉണ്ട്. ഇത് എന്തിൻ്റെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ IBCന് കുറേ ബുക്കിംഗ് കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അവരൊരു ഹോട്ടലാണ്. അതെ, IBC ഹോട്ടൽ. അപ്പം അവർ അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്കൊരു ക്രിസ്മസ് ഹാമ്പർ തന്നതാണ്. ലാസ്റ്റ് നമുക്കൊരു 50 ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ടൂർ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം അവിടെ തന്നെ ആയിരുന്നു സ്റ്റേ. അപ്പം അവർ പ്രോഗ്രാമിനും പിടിക്കും. അതെ, പക്ഷേ ഗിഫ്റ്റും കിട്ടും. അതെ, ഇത് നമുക്കൊരു ക്രിസ്മസ് നോട്ടുണ്ട്. നമുക്ക് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടുണ്ട്. ഒരു ബെൽജിയൻ ചോക്ലേറ്റ്, ചോക്ലേറ്റ്സ് ആണ്. അതെ, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, പല ബെൽജിയൻ ചോക്ലേറ്റ്. പിന്നെ വേറൊരു മിൽക്ക് ചോക്ലേറ്റ് ഫ്ലേക്ക് ട്രഫിൾസ്, ബെൽജിയൻ ചോക്ലേറ്റ് തന്നെ. ഇത് സ്വിസ്സിൻ്റെ. പിന്നെ 100 ഗ്രാമിൻ്റെ നല്ല ബോക്സ്. അതെ, അതും ഒരു സ്വിച്ചിൻ്റെ ഒരു ചോക്ലേറ്റ്. അതും വേറെന്താ ചോക്ലേറ്റ്. നമുക്ക് ചോക്ലേറ്റിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. ചോക്ലേറ്റ് തന്നെ ആരധികം ചോക്ലേറ്റ് ലവേഴ്സ് ഇല്ല. അതെ, മാധു അറോണം കഴിക്കും, നമ്മൊന്നും അത്ര കഴിക്കുന്നില്ല. നല്ലൊരു ഇനി അടി നടക്കുന്നത്. അതെ, നല്ല സാധനം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമുക്ക് ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് ഹാമ്പർ. ഗൈസ്, നമുക്ക് ഒരു ചോക്ലേറ്റ് തുറന്നു നോക്കാം. ഇപ്പം കഴിക്കാം. കൂട്ടത്തിൽ ഞാൻ പിന്നെ മഞ്ജു ഫാനാണ്. മഞ്ജു മാത്രമേ കഴിക്കുള്ളൂ. അതിന് ഡയറമുക്ക് ലേശം, കിറ്റ്കാറ്റ് ലേശം. ഞാനിത് കഴിച്ചു നോക്കുന്നു. ഞാനിത് കഴിക്കാം. ഓക്കെ, ഞാനും മിൽക്ക് ചോക്ലേറ്റോളം മിൽക്ക് പ്ലസ് ഡാർക്ക് ചോക്ലേറ്റ് മിക്സ്. എനിക്കിത് വേണം. വേണ്ട, കിട്ടി. അതൊരു രസം ഉണ്ടായില്ല കേട്ടോ. കുറേ ഉണ്ട്. ഉള്ളിൽ കൊള്ളാം, ഉള്ളിൽ മിൽക്ക്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ആമിച്ചുവിൻ്റെ അടുത്ത് പോകണമെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആമിച്ചുവിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുന്നത് 10 മണി കഴിഞ്ഞോളം. ഉറങ്ങിയിട്ടുണ്ടാവും എന്തോ. അപ്പോൾ പറയേ, അർച്ചന മേലത്ത് കുറച്ച് ബിസിയാണ്. അല്ല, നമ്മൾ നേരത്തെ വർക്കെല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ ഫുഡ് കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് നല്ല ഹാപ്പി ക്രിസ്മസ് ദോശയും ചിക്കൻ കറിയെല്ലാം ആക്കി കഴിച്ചു. ഇപ്പം നമ്മൾ ആമിച്ചുവിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോവാം. ക്രിസ്മസ് അല്ലേ, ആമിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാം. ബിസിനസ് വർക്കിൽ. അതെ, നമ്മൾ ആമിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, എലിഫൻറ്റ് സോഫ്റ്റ് ടോയും പിന്നെ 2 ചോക്ലേറ്റ് അൺബോക്സിങ്. അവളാണ് അൺബോക്സ് ചെയ്യേണ്ടത്. പക്ഷേ ഓള് അന്ന് ഇവിടെ വന്നിട്ടാകുമ്പോ ആന എലിഫന്റ് പിന്നെ നിന്നോട് ആനേനെ വരച്ചു തരാനെല്ലാം പറഞ്ഞിട്ട് ആന ഇഷ്ടം. ആനേനെ ഭയങ്കര ഇഷ്ടം. അവളടുത്ത് നമ്മ ആനേന്റെ ടോയ് ഒന്നും കണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ആനേന്റെ ടോയ് വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ഇതൊക്കെ കൊടുത്തു നോക്കാം, സന്തോഷം നോക്കാം. പിന്നെ നമ്മളെ മറ്റേ ചോക്ലേറ്റ്സ് ഇല്ലേ, അതിൽ നമ്മള് ചോക്ലേറ്റ്സ് മറ്റേ 1 ദറംസിന്റെ കിട്ടുന്ന സാധനത്തൊന്നും കിട്ടട്ടെ. ഇവർക്ക് അറിയില്ലല്ലോ, നമ്മളെ നാട്ടിലെല്ലാം. ഇപ്പൊ ഗൈസ് നമുക്ക് പോവാം. ബൈ.
അങ്ങനെ നമ്മൾ നേരെ അമീരുടെ അടുത്തേക്ക് പോയി. അമീരുടെ അടുത്തേക്ക് നോർമലി നമുക്ക് അങ്ങനെ ട്രാഫിക് ഒന്നും കിട്ടാറില്ല. പക്ഷേ മഴ കഴിഞ്ഞതിന് ശേഷം ദുബായ് എക്സിറ്റ് എന്തോ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാഫിക് കിട്ടുന്നുണ്ടായിനി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാധുവും കൂടി ഉണ്ടായിരുന്നു നമ്മളൊന്നിച്ച്. മാധുവിനെ നേരെ കാണിച്ചിട്ട മാധു ഭയങ്കര ബിസിയാണ്. ലിഫ്റ്റിൽ കയറിയാലും ഇങ്ങനെ വന്ന് പടങ്ങി നിൽക്കും, ഞെക്കൂല. എന്താ നോക്ക്, അതൊരു സർപ്രൈസ് ആണ്. നോക്ക്, അതാരാ? നമ്മൾ ഏകദേശം ഒരു 12 മണി 12:30 വരെ അമീരുടെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അമീർ ഒന്നിച്ച് കുറേ സമയം കളിച്ച് കുറേ സമയം അവിടുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ച് നമ്മൾ നേരെ മാധുവിനെ കൊണ്ടുവിടാനാണ് ഫസ്റ്റ് പോയത്. കാരണം മാധുവിന് പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മാധുവിനെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്